ഇപ്പോൾ KSRTC എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിന്റെ ഓൺ പ്രോപ്പർട്ടിയാണ്. നമ്മളുടെ ബജറ്റിലെ വിഹിതം ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ്. KSRTCയുടെ മന്ത്രി പറയുകയാണ്, നോക്കൂ ഞങ്ങളുടെ തൊഴിലാളികളൊക്കെ സന്തുഷ്ടരാണ്, അതുകൊണ്ട് KSRTC ഓടാം. കാര്യം ഇത് തൊഴിലാളികളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള സമരമാണ്. ഇവിടുത്തെ തൊഴിലാളികൾക്ക്, ആ മേഖലയിലുള്ള തൊഴിലാളികൾക്ക് പ്രശ്നമില്ലെങ്കിൽ ആ വണ്ടി ഓടട്ടെ എന്നല്ലേ തീരുമാനിക്കേണ്ടത്. അവിടെയല്ലേ ജനാധിപത്യമുള്ളത്. പക്ഷേ ഗണേഷ് കുമാറിനോട് മാറി സൈഡിലോട്ട് ഇരുന്നോളാൻ പറയുകയും ചെയ്തു. അതെ, ഇത് ഏറ്റവും രസം വെച്ചാൽ കേരള ഖജനാവിൽ നിന്ന് 50 കോടി എല്ലാ മാസവും കൊടുത്തിട്ടാണ് ഈ ശമ്പളവും പെൻഷനും ഉൾപ്പെടെ KSRTC ജീവനക്കാർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിന് എന്തിനാണ് പിന്നെ സമരം? അതായത് സ്വന്തം സ്ഥാപനത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവിടെ സമരം നടത്തിയിരുന്ന കാര്യം. ഇത് പ്രൈവറ്റൈസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. പ്രൈവറ്റൈസ് ചെയ്യാതെ എന്ത് ചെയ്യും ഇങ്ങനെ വരുമ്പോൾ? ഇലക്ട്രിസിറ്റി ബോർഡ് പ്രൈവറ്റൈസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. എങ്ങനെ പ്രൈവറ്റൈസ് ചെയ്യാതിരിക്കും? കാരണം ആൾക്കാരുടെ നെഞ്ചത്ത് കയറുക എന്ന് നമ്മൾ കേട്ടുള്ളൂ. പക്ഷേ ഇത് അവരുടെ ഉച്ചയ്ക്ക് കയറി നിന്ന് ചവിട്ടുകയാണ്, കാളിയമർദ്ദനം പോലെ. നമ്മുടെ KCB ഒക്കെ കാണിക്കുന്നത് എന്തൊരു അസംബന്ധമാണ്. നമ്മളിപ്പോൾ സോളാർ വെച്ചപ്പോൾ അവിടെ പോലും അത് പ്രായോഗികമല്ലാത്ത വിധത്തിലാക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. അതായത് KCBയിലെ ചില ജീവനക്കാർക്ക് ജീവിച്ചാൽ മതി, അതിന് ഈ രാജ്യത്തെ 3.5 കോടി ജനങ്ങളും കഷ്ടപ്പെട്ട് കൊള്ളണം എന്നുള്ളതാണ് അവരുടെ തിയറി. ഇത് തന്നെയാണ് ട്രാൻസ്പോർട്ടിൻ്റെയും തിയറി. ഇത് ഒരു മാറ്റം വരേണ്ട അത്യാവശ്യമാണ്. കേരളം ഇന്ന് അനിയന്ത്രിതമായ സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ്.